എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2021 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ് പറയുന്നത്. അത് SSLC മെയിൻ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ അപ്രോപ്രിയേറ്റ് വേർബ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. എവ്രി ബോയ് ആൻഡ് എവ്രി ഗേൾ ഡാഷ് ഗിവൺ എ പാക്കറ്റ് ഓഫ് ചോക്ലേറ്റ്സ്. എന്താണ് ആൻസർ എഴുതുക? ആൻസർ നിങ്ങൾ എഴുതി നോക്കുക. ഏതാണ് ആൻസർ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആണോ നോക്കുക. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. എവ്രി ബോയ് ആൻഡ് എവ്രി ഗേൾ വാസ് ഗിവൺ എ പാക്കറ്റ് ഓഫ് ചോക്ലേറ്റ്സ്. എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ ഇൻ വിത്ത് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾസ്. ഡാഷ് ബാനിയൻ ഈസ് എ കൈൻഡ് ഓഫ് ഫിഗ് ട്രീ. എന്താണ് വരിക? ദ ബാനിയൻ ഈസ് എ കൈൻഡ് ഓഫ് ഫിഗ് ട്രീ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Report the given sentence and choose the correct option. He said to me, please help me. Answer എന്താണ് വരിക? He requested me to help him. D എന്നുള്ളതാണ് ആൻസർ. Next question. Choose the passive form of the given sentence. I know him. Answer എന്താ വരിക? He is known to me. Next question. Choose the appropriate question tag. I am working hard. Question tag എന്താണ് വരിക? Aren't I. Amint പറയില്ല, aren't എന്നാണ് പറയുക. Aren't I. Next question. Choose the correctly spelled word. Answer C ആണ് pronunciation. PRONUNCIATION. Next question. Choose one word substitute for a person who undergoes training in any trade or occupation. Answer C. An apprentice. Next question. Find the appropriate meaning of the underlined idiom. We are planning a surprise party for our son. Be careful not to let the cat out of the bag. Answer A. Reveal a secret by mistake. Next question. Choose the word which suits best. I ordered pineapple pudding for dash after my dinner. Answer B ആണ് dessert. DESSERT. Next question. Find the word opposite in the meaning of loquacious. Answer C. reticent. Next question. മലയാളാണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ആൻസർ ബി ആണ് വരിക. നിർച്ചരി. ഝാൻസി റാണി എന്നുള്ളതിൽ ഝ ആണ് വരിക. നിർച്ചരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടത്തിൽ പെടാത്ത പദമേത്? കമലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദർശകൻ സ്ത്രീലിംഗ പദം. ദർശക. ദർശകൻ, ദർശക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുറമെ മോടി പിടിപ്പിക്കുന്നത് നിരർത്ഥകമാണെന്ന് സൂചിപ്പിക്കുന്ന ചൊല്ലേതാണ്? ആൻസർ ബി. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ. വചനതലത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന പദം കണ്ടെത്തുക. ആൻസർ ഡി. കുട്ടികൾ. വാദ്യാർ, വൈദ്യർ, സ്വാമികൾ എന്നൊക്കെ ഏകവചനത്തിനാണ് പറയുക, പക്ഷെ പൂജക ബഹുവചനാണ് അത് അല്ലെ. പക്ഷെ ഇത് എന്താണ്? കുട്ടികൾ എന്നുള്ളത് ബഹുവചനത്തിന് പറയണതാണ്. അപ്പൊ അതാണ് അതില് വ്യത്യസ്തമായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിരീശ്വരൻ പിരിച്ചെഴുതുക.
നിഹി പ്ലസ് ഈശ്വരൻ, നിരീശ്വരൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആ പ്ലസ് അൾ ചേർത്തെഴുതുക. ആ പ്ലസ് അൾ അവൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭൂമി എന്ന അർത്ഥം വരാത്ത പദമേത്? ഭൂമി എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? വബുസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. ആൻസർ ബി പിപ്പാസു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആകർഷണം വിപരീത പദം കണ്ടെത്തുക. ആകർഷണം വിപരീതം വികർഷണം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.